ലോക്സഭാ തിരഞ്ഞെടുപ്പ് നാളെ പ്രഖ്യാപിക്കും. വൈകിട്ട് 3 മണിക്കാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം. പുതിയ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി ജ്ഞാനേഷ് കുമാർ, എസ് സന്ധു എന്നിവർ ചുമതലയേറ്റു. ജ്ഞാനേഷ് കുമാർ, എസ് സന്ധു എന്നിവർ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി ചുമതലയേറ്റതിന് പിന്നാലെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമ്പൂർണ്ണ യോഗം ചേർന്നു. യോഗത്തിലാണ് നാളെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള തീരുമാനം. 2019 പോലെ 7 ഘട്ടമായി തന്നെയാകും തിരഞ്ഞെടുപ്പ് എന്നാണ് സൂചന. ഏപ്രിലിൽ തുടങ്ങി മെയ്യിൽ അവസാനിക്കുന്ന രീതിയിലാകും പ്രഖ്യാപനം. കേരളത്തിൽ ഒറ്റക്രമമായി തിരഞ്ഞെടുപ്പ് നടക്കും. അരുണാചൽ പ്രദേശ്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും പ്രഖ്യാപിക്കാനാണ് സാധ്യത. ജമ്മു കാശ്മീരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും ഉണ്ടായേക്കും. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമ്പൂർണ്ണ യോഗം സംസ്ഥാനങ്ങളുടെ സാഹചര്യം വിശദമായി ചർച്ച ചെയ്തു. ജമ്മു കാശ്മീർ അടക്കം സന്ദർശിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. പശ്ചിമബംഗാളിൽ ഒറ്റക്കെട്ടമായി തിരഞ്ഞെടുപ്പ് നടത്തണം എന്ന് തൃണമൂൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അതേസമയം തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ തിരക്കിട്ട നിയമനത്തിൽ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സംശയം പ്രകടിപ്പിച്ചു. റിപ്പോർട്ടർ, ദില്ലി.